പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ കൺമണിയെ തടയുന്നതിനായി ധനലക്ഷ്മി വരുന്നു. പക്ഷേ ധനലക്ഷ്മിയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് കൺമണി. ഞാൻ ഇനി നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല. എന്നെ ഓഫീസിലേക്ക് എൻ്റെ രാജിക്കത്ത് വലിച്ചു കീറിക്കളഞ്ഞ് വിളിച്ചത് ക്രിഷ് സാറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോകും. ആ കാര്യത്തിൽ മറ്റൊരാളും ഇടപെടേണ്ട ആവശ്യമില്ല. ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ധനലക്ഷ്മി. അപ്പോഴാണ് ക്രിഷ് കൺമണിക്ക് വേണ്ടി കാർ അയക്കുന്നത്. ഇത് കണ്ട് കൺമണിയൊന്ന് ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്താ, ഞെട്ടിപ്പോയോ നീ? അതെ ക്രിഷ് സാർ, ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. എന്നാൽ ഓഫീസിലേക്ക് വാ, ഇനി ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ. അതെന്താ? ഒരു സർപ്രൈസ് ഉണ്ടെന്നേ, വേഗം വാ നീ. നമുക്ക് അവിടെ വെച്ച് ആ സർപ്രൈസ് പൊട്ടിക്കാം. ഇതോടെ കൺമണിക്ക് സന്തോഷമാകുന്നു. ശരി സാർ, ഞാൻ വരികയാണ്. ഇതേ സമയം ക്രിഷ് വളരെയധികം സന്തോഷത്തിൽ പോകുന്നത് കാണാനിടയാവുകയാണ്. ക്രിഷിന്റെ അമ്മ സുജി മുന്നിലേക്ക് വന്ന്, എന്താ കൃഷേ, സന്തോഷത്തിലാണല്ലോ ഇന്ന്? എന്തെങ്കിലും കാര്യമുണ്ടോ സന്തോഷത്തിന് പിന്നിൽ? ആ, കുറച്ചൊക്കെ ഉണ്ട്. എനിക്ക് അർജന്റായിട്ട് ഓഫീസിലേക്ക് പോകണം. ഞാൻ പോയി വന്നതിന് ശേഷം കാര്യങ്ങൾ പറയാം. അതെന്താടാ പെട്ടെന്ന് ഓഫീസിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നേ? നീ സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അതൊക്കെ ഉണ്ട്, ഒരു സൂത്രമൊക്കെ ഉണ്ട്. ലൈഫ് ഇപ്പള ഒന്ന് കളറായേ എന്ന് പറഞ്ഞു പോകുന്നത് ആന്റിയമ്മ കാണാൻ ഇടയാകുന്നു. ഇതോടെ ആന്റിയമ്മ മനസ്സിൽ സംശയങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. എന്തായിരിക്കും അവൻ ഇത്രയധികം സന്തോഷത്തിൽ പോകാൻ കാരണം? സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതാണല്ലോ. ഉടൻ തന്നെ മാനസയെ ഫോൺ വിളിക്കുകയാണ് ആന്റിയമ്മ. ക്രിഷ് അങ്ങോട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷത്തിലാ. എന്തോ മനസ്സിൽ അവൻ കണ്ടിട്ട് തന്നെയാ വരുന്നത്. അത് എന്താണെന്ന് നീ കണ്ടെത്തണം, മനസ്സിലായോ? ആ കൺമണിയാണ് എങ്കിൽ അവളെ ഓടിപ്പിക്കണം എങ്ങനെയെങ്കിലും. ഞാൻ നോക്കിക്കൊള്ളാം ആന്റിയമ്മേ, അവനിങ്ങ് വരട്ടെ. എന്താ കാര്യമെന്ന് അറിയണമല്ലോ. ഇതേ തുടർന്ന് ഓഫീസിലേക്ക് എത്തുന്ന കൺമണിയോട് മാനസ മുന്നിലേക്ക് വന്ന് ചോദിക്കുകയാണ്, എന്താ നീ വീണ്ടും ഇവിടേക്ക് വന്നത്? എന്നെ ക്രിഷ് സാറ് വിളിച്ചിട്ട് വന്നതാ. ക്രിഷ് സാറോ? അപ്പോഴാണ് അവിടേക്ക് ക്രിഷ് വരുന്നത്. ആ മാനസ, അല്ല, നമ്മൾ ഇവിടെ പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ എന്താ ഇവൾ ഇവിടെ? പറഞ്ഞു വിട്ടെന്നോ? ആര്? കൺമണിയെ എവിടേക്കും ആരും പറഞ്ഞു വിട്ടിട്ടില്ല. കൺമണിയാണ് ഇനി ഇവിടെ ഉണ്ടാവുക. കൺമണിയാണ് ഇനി ഇവിടുത്തെ ചീഫ് ഡിസൈനർ. ആ കാര്യവും ഞാനിപ്പോൾ എല്ലാവരോടും പറയുകയാണ്. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ഓഫീസിലുള്ള എല്ലാവരും. കൺമണിയുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഇതെല്ലാം. ഇനി കൺമണി തന്നെ ഇവിടെ ഉണ്ടാകും. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന മാനസ ഉടൻ തന്നെ ആന്റി അമ്മയെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയാൻ തീരുമാനമെടുക്കുന്നു. അവൾ ഇപ്പോൾ ചീഫ് ഡിസൈനറായി മാറിയിരിക്കുന്നു. ആന്റിയമ്മ ഇതുവല്ലും അറിയുന്നുണ്ടോ? ഓ, അപ്പൊ അതുകൊണ്ടാണല്ലേ അവൻ ഇത്ര സന്തോഷിച്ചു പോയത്. അതിനുള്ള ഒരു പണി നമുക്ക് കൊടുക്കാം എന്ന് ആന്റിയമ്മ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.